ഏട്ടാ എന്തൊക്കെയായിരുന്നു വേണ്ടേ? കുബൂസ്, പിന്നെ ചീസ്, ഗാർലിക് പേസ്റ്റ്, ബോൺലെസ് ചിക്കൻ. ഉച്ചയ്ക്ക് നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ പോവാണ്. ഷവർമയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു ഷവർമ ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സമയം 12:30. 2 മണി. എല്ലാവർക്കും കാത്തൂസ് ഫ്രെയിമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തമ്പനയിൽ പോലെ തന്നെ ഒരു കുഞ്ഞി ഷവർമ കഥയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്നപ്പോൾ ഷവർമ കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു കൊതി. എന്നാൽ പിന്നെ പുറത്തൊന്നും മേടിക്കുന്നില്ല, നമ്മുടേതായ രീതിയിൽ നമുക്കറിയാവുന്നതുപോലെ ഷവർമ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ പോകുന്ന വഴിക്കുള്ളൊരു റെയിൽവേ ക്രോസാണ്. ഈ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത്. അത് നമ്മുടെ വീട്ടിൽ നിന്നൊരു 10-15 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പൂങ്കുന്നം എന്ന് പറയുന്ന ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം കെട്ടുണ്ടായിരുന്നു. മഴയായിരുന്നല്ലോ. അപ്പം ഈ 2 സൈഡിലും പാടമാണ്. അപ്പം ഇത്രയും ഭാഗത്ത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ട് ഇങ്ങനെ വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. അതുപോലെ മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വെള്ളത്തിൻ്റെ നടുക്കൂടി നീന്തി തുടിച്ച് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വെള്ളത്തിൽ നിന്നും കരയിലോട്ട് കയറി വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ഇൻ്റർനാഷണലാണ്, എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും ഓരോ ബ്രാഞ്ചസ് ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ടും നമുക്ക് എല്ലാ സാധനവും, അതായത് നോൺ വെജും അതായത് മീറ്റും വെജിറ്റബിൾസും മറ്റുള്ള സാധനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം പല കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ളൊരു സമയം നമുക്കില്ലാത്തത് കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്കവാറും അവിടെ പോയിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ ഇതാണ് പൂങ്കുന്നം ജംഗ്ഷൻ. പൂങ്കുന്നം ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. റൈറ്റിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് ഗുരുവായൂർ റോഡും കൂടാണ് കേട്ടോ. ഗുരുവായൂരിലേക്ക് പോകുന്നതും ഈ വഴി കൂടാണ്. അങ്ങനെ നമ്മുടെ ഷവർമയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനായി ഞങ്ങൾ ഇതാ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ അച്ഛനെ അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ ഇവരുടെ ഒരു മൊത്തത്തിലുള്ളൊരു കൺസ്ട്രക്ഷനും ഇവരുടെ ഒരു മെയിൻ്റനൻസും എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്, കിടുവാണ്. ഇപ്പം മാധവും നീരവും ഒക്കെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അവരൊരു ട്രോളി എടുത്തുകൊണ്ട് 2 പേർക്ക് ഓരോ ട്രോളി അവർ എക്സ്ട്രാ എടുക്കും. അത് എടുത്തുകൊണ്ട് അവന്മാരിൻ്റെ അകത്ത് കിടന്ന് ഓടടാ ഓട്ടമാണ്. ഞാൻ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് ബില്ലിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴാണ് അവന്മാരെ പോയി തപ്പി പിടിക്കുന്നത്. അതുവരെ അവന്മാരിതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ കയറും, ഇറങ്ങും, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും, സർവത്ര ഓട്ടമാണ്. അവന്മാർ മാത്രമല്ല കേട്ടോ, ഈ ഹൈപ്പർ മാർക്കറ്റിൽ വരുന്ന കൊച്ചു പിള്ളേരെല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ്. ഏതാ
ഹലോ, പറയില്ല. ആ, കഴിഞ്ഞോ? പിടിക്കണ്ടേ? Staff announcement, Independent Supervisor on duty, 9:40 plus for customer service. Independent Supervisor on duty, 9:40 customer service immediately. ഈ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ശനി ഞായറും വരുവാണെങ്കിൽ നല്ല രീതിയിൽ ഓഫർ ഉണ്ടാവും. മീറ്റിനും വെജിറ്റബിൾസിനും ഒട്ടുമിക്ക എല്ലാ സാധനങ്ങൾക്കും നല്ല തിരക്കായിരിക്കും ശനിയും ഞായറും. പിന്നെ ഇവരുടെ ഫുഡിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, പൊള്ളി ടേസ്റ്റാണ്. ഞങ്ങൾ കുറേ പ്രാവശ്യം ഇവിടുന്ന് നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അച്ചാർ എല്ലാം കോഴിക്കോട് സ്റ്റൈലിലാണ് ഇവരുടെ ഭക്ഷണങ്ങളെല്ലാം, അച്ചാറും എല്ലാം. അപ്പം അച്ചാറൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്നതാണ്. മിക്സഡ് പിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ലെമണും ഡേറ്റ്സും നമ്മുടെ കിസ്മിസും ക്യാരറ്റും ബീട്രൂട്ടും അതുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അച്ചാറുകളുണ്ട്. ഫുഡിൻ്റെ സെക്ഷൻ ഒരു രക്ഷയില്ല, പൊളിയാണ്. എല്ലാ സാധനങ്ങളും പൊളിയാണ്. പിന്നെ ഈ മീറ്റും വെജിറ്റബിൾസും മറ്റുള്ള സാധനങ്ങളൊക്കെ നല്ല വിലക്കുറവിലാണ് ശനിയും ഞായറും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, ശനിയും ഞായറും എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ആളുണ്ടാവും അതിൻ്റെ അകത്ത്. നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് സാധനങ്ങൾ മേടിക്കുന്നതിനും ബുദ്ധിമുട്ടാണ്. കാരണം ആൾക്കാർ വന്നെല്ലാം പെറുക്കി നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിൽ കേടായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ശനിയും ഞായറും പോവുകയാണെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ പോവുക. വെളിച്ചെണ്ണയൊക്കെ നമ്മൾ മിക്കവാറും ഞങ്ങൾ വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷമാണ് പോകുന്നത്. അപ്പം എല്ലാം തീർന്നിട്ടുണ്ടാവും, വെളിച്ചെണ്ണയൊക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പം നേരത്തെ പോവുകയാണെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം പോവുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഫ്രഷായിട്ട് തന്നെ കിട്ടും. പിന്നെ ബില്ലിംഗ് സെക്ഷനിൽ ചെല്ലുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നല്ല ക്യൂ ആയിരിക്കും ശനിയും ഞായറും. വർക്കിംഗ് ഡേയ്സിലൊന്നും കുഴപ്പമില്ല, വർക്കിംഗ് ഡേയ്സിൽ ഈ ഓഫറില്ല, അതുകൊണ്ട് വലിയ തിരക്കുമില്ല. ഏതാ ചെറുത് മതി? ആ, ഏറ്റവും ചെറുത് മതി. വെറുതെ ഇരുന്ന് എക്സ്പയർ ആക്കി കളയേണ്ട കാര്യമില്ലല്ലോ. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഷവർമ കൊതി ഞങ്ങൾക്ക് പെട്ടെന്നുണ്ടായ ഒരു കൊതിയാണ്. അതായത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ വാട്സപ്പിൽ ആശിച്ചിയുടെ ഒരു മെസ്സേജ് വന്നു, ഹോം മെയ്ഡ് ഷവർമ എന്ന് പറഞ്ഞ്. തുറന്നു നോക്കിയപ്പം ജോജോ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഷവർമ കഴിക്കുന്ന ഒരു വീഡിയോ. ആശിച്ചി അവന്മാർ സ്കൂളിൽ നിന്ന് വന്നപ്പം അവന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇവനിത് കഴിക്കുന്ന സ്റ്റൈലും കൂടെ കണ്ടപ്പം സർവത്ര കൊതിയായിപ്പോയി. എന്നാൽ പിന്നെ നമുക്കും കൂടെ അങ്ങ് പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇതിനു വേണ്ടി പുറപ്പെട്ടത്. എന്തായാലും നമുക്ക് നോക്കാം, ഷവർമ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
ആ അതിലെടുത്തോ. എനിക്കെന്താ പണിയുള്ള ഈ സവോളയും ക്യാപ്സിക്കം കരിക്കാം. ക്യാമറ ക്യാമറ വെച്ചിട്ടുണ്ടോ? ക്യാമറ വെച്ചാൽ മതിയോ? പിന്നെ കിട്ടുന്നുണ്ടോ? പിന്നെ നോക്കി ഇല്ലേ, സവോളയും ക്യാപ്സിക്കം കരിക്കണം. കത്തി കട്ടിംഗ് ബോർഡ് ഉണ്ടോ? മേടിച്ചായിരുന്നു. കഴിഞ്ഞോ? ആ മതി. ബാക്കി ഐറ്റങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ബാക്കി എന്തൊക്കെയാ വേണ്ടേ? അല്ല, നമ്മൾ പറഞ്ഞ സാധനങ്ങള് ചീസ് എല്ലാം എടുത്ത് വെച്ചു. എന്തൊക്കെയാ ചീസ്? നമ്മളാ ലിസ്റ്റിലുള്ള സാധനങ്ങളല്ല. കുബൂസ്, ഗാർലിക് പേസ്റ്റ് എങ്ങനെയായിരുന്നു? ഗാർലിക് പേസ്റ്റ് കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ടോ? കുബൂസ് തേക്കാനോ? ഷെഡഡ് ചീസാ കേട്ടോ, ചണ്ടി ഇടേണ്ട ആവശ്യമില്ല. ഞാൻ അടപ്പോട്ട് തിരിച്ചറിഞ്ഞു. ഇതിന്റെ ക്വാളിറ്റീസിൽ കൂടുതലാണ്. ഇച്ചിരി നടുക്കോട്ട് ഉള്ളി ക്യാമറ ചാർജോ ഇല്ല, 19%. എന്താടി അച്ഛൻ എന്താ ഉണ്ടാക്കുന്നത്? ആര് എപ്പോ? എനിക്കറിയില്ല. അതെ അതെ ഫ്രഷ് അല്ലേ? ഒന്നും ചെയ്യണം. 3 വർഷം
എനിക്ക് വിഷമമില്ല, പിള്ളേർക്ക് എല്ലാവരും നല്ല ഫുഡ് കഴിച്ചല്ലേ അല്ലേ? ആയിരിക്കും. ആണ്. ആ. റെക്കോർഡിംഗ് ആണോ? എത്ര നേരം കഴിഞ്ഞു? ഒന്നും കിട്ടിയില്ല കേട്ടോ. അതൊക്കെയാണ് ഹൈലൈറ്റ്. ഒന്നും കൂടെ അഭിനയിക്കുന്നില്ല. നോക്കട്ടെ. അതായത് നേരത്തെ ഉള്ള കഴിക്കാൻ ഒരുങ്ങിയ സമയത്ത് ആയിരുന്നാണല്ലോ, നേരത്തെ പീസ് എടുത്ത് കഴിക്കാൻ ഒരുങ്ങിയ സമയത്ത് ഞാൻ സമ്മതിച്ചില്ല, താഴെ ഇടാൻ പറഞ്ഞു. ഇപ്പോൾ റെക്കോർഡിംഗ് നോക്കുമ്പോൾ അഭിനയിച്ചായിരുന്നു. അപ്പോൾ റെക്കോർഡിംഗ് ഓണല്ലായിരുന്നു. ഇപ്പം എന്തെടുത്ത് വീണ്ടും പറയുകയാണ്, അത് നേരത്തെ ചൂടായ പോലെ ഒന്നും കൂടെ ചൂടാകാൻ. അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ നേരത്തെ റെക്കോർഡിംഗ് കിട്ടില്ലായിരുന്നു. സോറി ഗൈസ്, താല്പര്യമില്ല. ഇത് ചുരുണ്ടു പോകും. ക്യാപ്സിക്കം ഇങ്ങനെ അല്ലായിരുന്നു ശരിക്കും. അതുകൊണ്ട് മേൽക്കൂടായിരുന്നു. ഞാൻ ചോദിച്ചോ? അപ്പോൾ നമ്മൾ വേറെ മൈൻഡായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മാറ്റുമോ? പുതിയൊരു മുളകല്ലേ? ചൂടാവുന്ന പിട്ടല്ലേ ഉള്ളൂ. എടുക്കണോ നോക്കണോ? ചിക്കൻ്റെ എടുക്കില്ല. മുട്ട പൊട്ടിച്ചൊഴിക്കാൻ ഒരു ഇതിലേക്കല്ലേ? ഇതിലേക്കല്ലേ? ആ പിള്ളേർക്ക് ക്യാമറ നേരം ഓർക്കല്ലേ കേട്ടോ. അല്ല ഇത് ഇതിന് വേണ്ടി ചൂട് തീക്ക് വേണ്ടി എടുക്കാം. റെക്കോർഡിംഗ് അതെ അതെ. ആ ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് കൊതിയാണ് 10 വർഷം നമ്മൾ ആദ്യം ബൂസ് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തു. അതിലോട്ട് മയണൈസ് മെയിൻ ഐറ്റം കൊള്ളല്ലേ? ഇത് ഷെഡഡ് മോസറല്ല ചീസാണ്. അതിലോട്ട് നമുക്ക് ഗാർലിക് പേസ്റ്റാണിത്.
പോരെ ഇനി അയ്യോ അത് ഫ്രൈസ് ബട്ടർ പേപ്പർ ഇങ്ങനെ എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഇതുണ്ടോ കൊള്ളാം. സോസ് കൊടുക്കും. ഒരു സോസ് നീ പറഞ്ഞുകൊണ്ട് കൂടുതൽ ഇട്ടതാണ്. സോസ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ സ്നേഹിച്ചിട്ട് കൂടുതൽ ഇരുന്നിട്ട് ഇപ്പോൾ സോസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് നോക്കി കുഴപ്പമില്ല. സോസ് ഇല്ല. ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്യാനാണോ? ആ നമുക്ക് നന്നായിട്ട് തന്നെ.